പറഞ്ഞതുപോലെ തന്നെ അതിദാരുണമായ ഒരു സംഭവമാണ്. പറഞ്ഞതും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഓരോ അപകട വാർത്തകളെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദാരുണമായ സംഭവങ്ങൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് അപകടത്തിന്റെ വാർത്തകൾ മുന്നിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതിൽ അതിദാരുണമായ ഒരു അപകട വാർത്തയാണ് മുന്നിലേക്ക് വരുന്നത്. ഒന്നാം വർഷ MBBS വിദ്യാർത്ഥികളാണ്, വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർ സഞ്ചരിച്ചിരുന്ന കാറാണ് KSRTC സൂപ്പർഫാസ്റ്റുമായി കൂട്ടിയിടിച്ച് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ചികിത്സയിലാണ് ബാക്കിയുള്ളവരെല്ലാവരും, പരിക്കേറ്റവരെല്ലാവരും തന്നെയും. 10, 11 അല്ലെങ്കിൽ 12 പേർ, ഇത്രത്തോളം ആൾക്കാർ ആ കാറിൽ സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ്. കുട്ടികളെല്ലാം ഒരുമിച്ച് പോയതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഓവർലോഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് RTOയും പറയുന്നുണ്ട്. അപകട കാരണത്തെ സംബന്ധിച്ചാണ് ഇനി ഒരു വ്യക്തത വരേണ്ടതായിട്ടുള്ളത്. 5 മരണം ഉണ്ടായിരിക്കുന്നു. ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ്. ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട് ഒരു പക്ഷേ കുറച്ച് സമയമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. അഡ്മിഷൻ നടപടികൾ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം പോവുകയാണ്. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. മരിച്ചവരുടെ പേര് വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാണ്. ഇബ്രാഹിം ദേവാനന്ദൻ, മുഹമ്മദ് ജബ്ബാർ എന്നീ വിദ്യാർത്ഥികളുടെ പേരുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒന്നാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ്, ആനന്ദ്, മുഹ്സിൻ, ഇബ്രാഹിം, ദേവൻ, ഈ 5 വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത്. അതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നമ്മളോട് പറഞ്ഞത് കോഴിക്കോട് നിന്നും ലക്ഷദ്വീപ് നിന്നുമുള്ള കുട്ടികൾ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പേരുകൾ ഇങ്ങനെയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ്, ആനന്ദ്, മുഹ്സിൻ, ഇബ്രാഹിം, ദേവൻ, ഈ 5 വിദ്യാർത്ഥികളാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. ശരി, എന്തായാലും പേര് വിവരങ്ങളിൽ കൂടി ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മെഡിക്കൽ കോളേജിന്റെ ഉൾപ്പെടെ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ നമ്മൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്.